ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, അതായത് നിങ്ങൾ ഒരുപാട് ത്യാഗം ചെയ്തിട്ടുള്ളതോ അതോ അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ അടുത്ത് ഒരുപാട് ഡിപ്പെൻഡായിട്ട് നിന്നിട്ടുണ്ടാവും. മെന്റലി ഈ വ്യക്തിയുടെ അടുത്ത് ഒരുപാട് കണക്റ്റഡ് ആയിട്ട് നിന്നിട്ടുണ്ടാവും. കാരണം നിങ്ങൾ എങ്ങനെയൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ നിലവിൽ ഈ വ്യക്തി പഴയ പോലെ ഒരു അടുപ്പം കാണിക്കുന്നില്ല. ചിലപ്പോൾ അത് സംസാരത്തിലായിരിക്കാം, അല്ലെങ്കിൽ പ്രവൃത്തിയിലായിരിക്കാം. പഴയ ഒരു നിങ്ങൾ തമ്മിലുള്ള ഒരു വൈബ് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, നിങ്ങൾ തമ്മിലൊരു നല്ലൊരു വൈബ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെന്നുണ്ടെങ്കിലും ഒരു അടുപ്പം അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. അപ്പൊ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ എന്തെങ്കിലും കുറ്റം കൊണ്ടാണോ? നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ. അതായത് നിങ്ങൾ ഫിസിക്കലി മെന്റലി ഫിനാൻഷ്യലി, അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൂടെ ഒരു ആളായിട്ട് എന്താണെന്നുണ്ടെങ്കിലും അവരൊന്ന് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ കൂടെ ഉണ്ടാകും, ഞാനെല്ലാം ശരിയാക്കി തരാം, അങ്ങനെയൊക്കെ നിങ്ങൾ നിന്ന് എല്ലാ പരിപാടികളിലും നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഒന്നിച്ച് ഒരു ലൈഫിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും എഫേർട്ട് ഇട്ട് നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടും പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഒരു മാനസിക അടുപ്പം കാണിക്കാത്തത്? അല്ലാന്നുണ്ടെങ്കിൽ പഴയ പോലെയുള്ള ഒരു കാര്യങ്ങളൊന്നും എൻ്റെ അടുത്തൊരു ആകർഷണമില്ലാത്തത്, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാനായിട്ട് പഴയ പോലെ എഫേർട്ട് ഇട്ട് വരാത്തത് എന്താണ്? അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പരിപാടികൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടി അവര് എന്താ പറയാ, കാര്യം കഴിക്കുന്ന പോലെ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടാവും. സംസാരത്തിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്രവർത്തികളിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇത് എന്തെങ്കിലും ആവട്ടെ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. അല്ലാതെ നമ്മൾ മനസ്സറിഞ്ഞൊരു വ്യക്തിക്ക് പല കാര്യങ്ങളും ചെയ്യുന്നതും അല്ലാതെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി എന്ന് പറഞ്ഞാൽ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒപ്പിക്കുന്നതും രണ്ടും രണ്ടാണ്. ഇവിടെ അങ്ങനെയാണ്. കാരണം നിങ്ങൾ ഈ ബന്ധത്തിൽ ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയുടെ അടുത്ത് ഈ വ്യക്തിയുടെ ഒരു കാര്യത്തിന് വേണ്ടി, ഈ വ്യക്തിയുടെ സ്വഭാവത്തിലായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിനെ സഹിക്കുന്ന കാര്യത്തിലായിരിക്കാം. നിങ്ങൾ ഒരുപാട് ത്യാഗം അനുഭവിച്ചിരിക്കുന്ന ഒരു ബന്ധമാണിത്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഫിനാൻഷ്യലായിട്ടും എന്താണെന്നുണ്ടെങ്കിലും ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഈ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ എത്രയൊക്കെ എങ്ങനെയുള്ള പരിപാടികൾ മറ്റുള്ളവർക്ക് വന്നു കഴിഞ്ഞാലും ഈ വ്യക്തിക്ക് വരുന്ന ഒരു കാര്യം നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു. മനസ്സിലായോ? എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ആള് ഇങ്ങനെയൊക്കെ എന്നോട് ബിഹേവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ തന്നെ ചില സമയത്ത് ചിന്തിക്കും. ചില സമയത്ത് എൻ്റെ ലൈഫിൽ അങ്ങനെ വന്നല്ലോ, എന്തുകൊണ്ടാണ് എനിക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു കാര്യങ്ങൾ കണക്ട് ചെയ്യാത്തത്, ഞാൻ പോലും ചിന്തിച്ചിട്ടില്ല. കാരണം നിങ്ങൾ പോലും ചിന്തിച്ചിട്ടില്ല നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ഇടക്കാലം വെച്ച് പെട്ടെന്ന് ഒരു എന്താ പറയാ, നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴും, ഒരു മാസ്ക് വെച്ച ഒരാളാണ് വന്നത്, അല്ലെന്നുണ്ടെങ്കിൽ യഥാർത്ഥ മുഖങ്ങൾ കാണേണ്ടി വരും എന്ന് നിങ്ങളും വിചാരിച്ചില്ലായിരുന്നു. കാരണം ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ആള് അത്യാവശ്യത്തിൽ കൂടുതൽ പല കാര്യത്തിൽ നിന്നും ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് നുണകൾ ആദ്യം പറയാൻ തുടങ്ങി. പിന്നെ ആ നുണകളുടെ വലിപ്പം കൂടാൻ തുടങ്ങി. മനസ്സിലായോ? കുറച്ച്
എന്താ പറയാ, നമ്മൾ ഈ വീണടം വിഷ്ണു ലോകം എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ, അവനവന്റെ കാര്യങ്ങൾ, ചെറിയ ചെറിയ തൽക്കാല രക്ഷപ്പെടലുകൾ, തൽക്കാല ആശ്വാസങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ തൽക്കാല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അടുത്ത് നുണകൾ അങ്ങനെ പറയാൻ തുടങ്ങി. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നുണയാണ്, എന്നാലും നിങ്ങൾ എന്താ, ഓ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, എനിക്ക് സമാധാനം വേണം, അല്ലെങ്കിൽ ഈ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ അച്ഛനാകാം, അമ്മയായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആളായിരിക്കാം, എന്തായാലും ഉണ്ടാവുമല്ലോ, കാരണം നിങ്ങൾക്ക് ഇയാളില്ലാണ്ട് പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് വന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. നിങ്ങൾ ചില ആളുകൾ നേർച്ചകൾ ചെയ്യാൻ തുടങ്ങി, ചില ആളുകൾ അമ്പലങ്ങളിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും പ്രാർത്ഥിക്കാൻ തുടങ്ങി, ചില ആളുകൾ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ജാതി മതം ഇല്ലാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു എന്താ പറയാ, അതായത് മറ്റുള്ളവരുടെ എനർജി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുറത്തുനിന്നുള്ള ആളുകളുടെ എനർജി ഉണ്ട്. പുറത്തുനിന്നുള്ള ആളുകളുടെ എനർജിയും ഉണ്ട്, എന്നാൽ കുടുംബത്തിലുള്ള ആളുകളുടെ എനർജിയും ഉണ്ട്. അത് ചിലപ്പോൾ പാരൻസിന്റെ എനർജി ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പുറമേ ഉള്ള ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. കാരണം അങ്ങനെയുള്ള അതായത് നമ്മൾ രണ്ട് വ്യക്തികൾ കൂടെ നിന്ന് കഴിയുമ്പോൾ ആ ഒരു കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി ഈ വ്യക്തിയുടെ, അതായത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് നിങ്ങൾക്കിട്ട് പണി തരുന്ന ഒരു പരിപാടിയില്ല, അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ആ ഒരു കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയോ, അതും അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു പലതും നിങ്ങൾക്ക് നേടണമെന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് കരപിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതായത് നമ്മളൊരു നടുക്കടലിൽ നിൽക്കുന്ന പോലെ എന്നൊക്കെ ഫീൽ ചെയ്യില്ലേ, നമ്മളൊരു കര കാണാൻ പറ്റുന്നില്ല, ഏത് 4 വശത്തും കടല് മാത്രമാണ്. കര എവിടെയാണ് എന്ന് എനിക്കൊരു അറിവ് കിട്ടുന്നില്ലല്ലോ ദൈവമേ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്താണ് എന്നുള്ള ഒരു കാര്യം. പക്ഷെ നിങ്ങൾക്ക് ജീവിക്കണമെന്നും നിങ്ങൾക്ക് നല്ല ലൈഫ് കിട്ടണമെന്നും കുറെ ആളുകൾ നിങ്ങൾ അതിൽ നിന്ന് റിക്കവർ ആയിട്ട് വരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കുറെ ആളുകൾ കുട്ടികളുടെ അച്ഛനല്ലേ, അല്ലെങ്കിൽ കുട്ടികളുടെ അമ്മയല്ലേ, അതും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും സ്നേഹിച്ച ഒരു വ്യക്തിയല്ലേ, എങ്ങനെയെങ്കിലും ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നൊന്ന് മാറണമേ എന്ന് മനമുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കണ്ണുനീര്, നിങ്ങളുടെ ഒരു കണ്ണുനീര് ഈ ഭൂമിയിൽ വീണിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ നല്ലൊരു ലൈഫിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എനിക്കത് വേണം, എനിക്കത് കിട്ടണം, ഞാൻ അതിൻ്റെ അകത്ത് അത്രയും എഫേർട്ട് ഇട്ടതാണ്, ഞാൻ ഇത്രയും സ്നേഹിച്ച ഒരു വ്യക്തി ഇല്ല, ഞാൻ ഒരുപാട് സ്നേഹിച്ചു, ഒരുപാട് ഈ ബന്ധത്തിന് വേണ്ടി ത്യാഗം ചെയ്തു, എനിക്ക് പുതിയൊരു ജീവിതം വേണം, അത് ഈ വ്യക്തിയുടെ കൂടെ ആണെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തി എല്ലാം മറന്നു വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ, അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കാറിന്റെ ഉള്ളിൽ നമ്മൾ കയറി ഇരുന്നു, ഡോർ അടച്ചു, സീറ്റ് ബെൽറ്റ് ഇട്ടു, എന്നാ അത് ഓണാക്കിയിട്ടില്ല, നിങ്ങൾക്ക് ഏത് ദിശയിലോട്ട് പോകണമെന്ന് അറിയില്ല. മനസ്സിലായ? അതായത് നമ്മള് വണ്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നല്ലെന്നുണ്ടെങ്കിൽ നേരെ പോകണം, അല്ലെങ്കിൽ എന്താ പറയാ ലെഫ്റ്റോ റൈറ്റോ പോകണം. ഇത് നിങ്ങൾ അവിടെ തന്നെ നിൽക്കുവാണ്. ഞാൻ എന്താണ് അടുത്ത സ്റ്റെപ്പ് വെക്കേണ്ടത്, എൻ്റെ കൂടെ ആര് നിൽക്കും ഈ ഒരു കാര്യം എനിക്ക് ശരിയാക്കാൻ. കാരണം നിങ്ങൾക്ക് കരിയർ നിങ്ങളുടെ ഒരു സൈഡിൽ കൂടിയാണ്. കരിയർ ആണെങ്കിലും എന്ത് പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിലും വേറെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതൊക്കെ ഓക്കെ, അതൊക്കെ എനിക്കുണ്ടെങ്കിൽ സന്തോഷം. പക്ഷേ ഈ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലേ, നിങ്ങൾ മറ്റേ ബോൺവിറ്റ 10 പ്രാവശ്യം കുടിച്ച പോലെയാണ്. പടാന്നുള്ള പരിപാടികളായിരിക്കുള്ളൂ. അതായത് ഈ ബോൺവിറ്റയും ബൂസ്റ്റും കൂടി ഒരുമിച്ച് കലക്കി കുടിച്ച എനർജി ആയിരിക്കും. അത്രയും എനർജിയാണ്. കാരണം നിങ്ങൾക്ക് വേറെ ഒന്നും ആവശ്യമില്ല. മറ്റേ നിവിൻ പോളി പറയുന്ന പോലെ ആളെ കണ്ട ചുറ്റിനുള്ളതൊന്നും കാണൂല എന്ന് പറയണ പോലെ, വേറെ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ഹാപ്പിയാണ്, ആ ഒരു ലൈഫ് നിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്തു കൊടുക്കാൻ റെഡിയാണ്. നിങ്ങൾ അത്രയും ആളെ വിശ്വസിച്ചിട്ടുണ്ട്, അത്രയും നിങ്ങൾ ഈ ആൾക്ക് പ്രയോറിറ്റി, ആ ഒരു കാര്യം, പരിഗണന, വാല്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് ഉള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ആള് ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ കുറച്ച് ദേഷ്യം, കുറച്ച് ബുദ്ധിമുട്ട്, കുറച്ച് കണ്ണുനീര്, കുറച്ച് എന്താ പറയാ, നിങ്ങളെ തന്നെ സ്വന്തമായിട്ട് അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, എൻ്റെ ദയനീയാവസ്ഥയാണല്ലോ, അങ്ങനെയൊക്കെയുള്ള കാര്യം.
അയാൾ അങ്ങനെയൊക്കെ എന്നോട് കാണിച്ചു, അവൾ എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ് കാരണം ഞാൻ വേറൊരു കാര്യം ഞാൻ പറയാം, ഈ നിങ്ങളുടെ ഈ വ്യക്തിനെ നിങ്ങൾ സഹിക്കുന്നത് പോലെ ഈ വ്യക്തിയുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആയിട്ടുള്ള ആ സൈഡ് നിങ്ങൾ ഇതാക്കുന്നത് പോലെ, നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ പോട്ടെ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, എൻ്റെ ആളല്ലേ, നിങ്ങൾ വീണ്ടും അത് പലതും മറന്ന് ചെല്ലുന്നത് പോലെ വേറെ ഒരു വ്യക്തിയും ഇയാളുടെ നെഗറ്റീവ് സൈഡ് എടുക്കുകയില്ല. മനസ്സിലായോ? ആ പോസിറ്റീവ് ആയിട്ടുള്ള, അതായത് നമ്മളിപ്പോ ഒരു കറിവേപ്പില എടുത്താൽ എന്താ ചെയ്യുന്നത്, കറിയിലിട്ടിട്ട് ആ കറിവേപ്പില നമ്മളത് കഴിക്കുവോ? ഇല്ല. ആ കറിവേപ്പില എടുത്ത് അങ്ങോട്ട് പുറത്തോട്ടെറിയും. അതുപോലത്തെ ഒരു അവസ്ഥ പുറമെ ഉള്ള ഈ മച്ചമ്പി എവിടെയാണോ പോകുന്നത് അവിടെയുള്ള ആളുകൾ പുള്ളിയുടേതായ അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടേതായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എടുക്കും. നെഗറ്റീവ് ഒന്നും അവർ സ്വീകരിക്കില്ല. അത് നിങ്ങളുടെ ആൾക്കത് അറിയില്ലതാണ്. നിങ്ങളുടെ ആള് വിചാരിച്ചിരിക്കുന്നത് പല കാര്യങ്ങളും ചൂടുവെള്ളവും പച്ചവെള്ളവും ഒരുപോലെയാണ്. ചൂടുവെള്ളം പൊള്ളും, പച്ചവെള്ളം ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അത് ചില ആളുകൾ അത് പൊള്ളുമ്പോഴേ അതിന്റെ കാഠിന്യം എന്താന്ന് മനസ്സിലാക്കുള്ളൂ. അതിന്റെ ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ചില ആളുകൾ എത്ര പറഞ്ഞാലും കേൾക്കില്ല. അതന്നെ അതൊക്കെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അതായത് ചില ആളുകൾക്ക് കോടതിപരമായിട്ടുള്ള വിഷയത്തിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും മെയിൻ്റനൻസിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാകാം. അതല്ലാന്നുണ്ടെങ്കിൽ ചില ആളുകൾ പണം കൊടുത്ത് അതായത് ഈ വ്യക്തിനെ പണം കൊടുത്ത് സഹായിച്ചിട്ടുണ്ടാകാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകാം. അതും അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തോട്ട് ഈ വ്യക്തി വരാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾക്കൊരു ന്യായം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്തത് അതിനുള്ള ഒരു ന്യായം നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ മനമുരുകി പ്രാർത്ഥിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ ആള് എവിടെയാണോ ചെന്നിരിക്കുന്നത്, ഇപ്പൊ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്താണെങ്കിലും ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും അവര് നമ്മളിപ്പോ എന്താ പറയാ, നമ്മളിങ്ങനെ പിടിച്ച് ഒരാളെ കെട്ടിയിടില്ലേ, അവര് ആ ഒരു ബന്ധനം പോലെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. മനസ്സിലായോ? അതായത് സ്വർണമാണെന്നും പറഞ്ഞ് പോയത് എന്താ പറയാ, സ്വർണം പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലത്താണ്, പക്ഷെ അതൊരു ബന്ധനത്തിന്റെ അണ്ടറിലായി പോയി എന്നാണ് എനിക്കിവിടെ ഫീൽ ആവുന്നത്. ഓക്കെ, ഇപ്പൊ പല കാര്യങ്ങളും പണ്ടത്തെ അത്രയും നിങ്ങള് ഫ്ലോപ്പ് അല്ലാന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ടൊരു മനസ്സുകൊണ്ട് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും ഒരു മാനസികമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ടും മാനസികമായിട്ട് നിങ്ങൾ ഡൗൺ ആയി പോകുന്ന ഒരു ബുദ്ധിമുട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോടുള്ള ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ മാനസിക വിഷമം പുറമേ കാണിക്കാൻ പറ്റാത്തതിൻ്റെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ, അതായത് കുറച്ച് കാര്യങ്ങൾ ലേണിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ ഒരു സ്ട്രെങ്ത് പോലെയൊക്കെ ആയി തീരാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല കാര്യം. എനിക്കങ്ങനെ സ്ട്രെങ്ത് ആയേ പറ്റുള്ളൂ. കാരണം ഞാൻ എഴുന്നേറ്റ് നിന്നാലേ എൻ്റെ കുടുംബം അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എന്നെ ഓർത്തിരിക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാനൊന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകൾ ആകെ തകർന്നു പോകും. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ ഒരു കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഇവിടെ ഒരു ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഓക്കെ, the situation will improve, it's up to you, helpful people. അതായത്
സന്തോഷവും നിങ്ങളുടെ അടുത്ത് തന്നെ, സങ്കടവും നിങ്ങളുടെ അടുത്ത് തന്നെ. നിങ്ങൾ ഇറങ്ങിത്തിരിക്കേണ്ട സമയത്ത് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ എടുക്കുക. നിങ്ങൾ വ്യക്തത വരുത്തേണ്ട ഒരു സമയത്ത്, ഒരു ക്ലാരിറ്റി വരുത്തേണ്ട ഒരു സമയത്ത് മറ്റുള്ളവരോട് ചോദിച്ചിട്ടാണ് അത് വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഹെൽപ്ഫുൾ പീപ്പിൾ, അങ്ങനെ ചെയ്യുക. നിങ്ങൾക്കത് ഒട്ടും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുക. അപ്പോഴാണ് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. സിറ്റുവേഷൻ ഇംപ്രൂവ് ആകും. അപ്പൊ അത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന ഒരു കാര്യവും കണക്റ്റ് ആവുന്നില്ല, ഒരു കാര്യം മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.